മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കമലയോട് ഗംഗാധരനും മാലതിയും വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വൈജയന്തിയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന്. അത് ചോദിക്കാൻ മറ്റൊരു കാരണവുമില്ല. ബാലേന്ദ്രൻ അറ്റാക്ക് വന്നാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് വൈജയന്തിയും ബാലേന്ദ്രനും എന്താണ് പ്രോബ്ലം എന്നാണ് ചോദിക്കുന്നത്. അപ്പം കമല പറയുന്നുണ്ട്, വൈജയുടെ ഒരേ ഒരു പ്രോബ്ലം അലീനയാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നു, ആരുടെ നിർബന്ധം കൊണ്ട് അലീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അത് അച്ഛനാ. കഴക്കൂട്ടത്ത് പോയി കാണാനും കൂട്ടിക്കൊണ്ടുവരാനും എന്താ കാരണമെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഓർഫണേജ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്. കമലയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഗംഗാധരനും മാലതിക്കും എല്ലാം മനസ്സിലായി. അതായത് അലീനയാണ് വൈജയന്തിയുടെ മകൾ എന്നുള്ള കാര്യം. മാലതി പറഞ്ഞതുപോലെ വൈജയെ വീണ്ടും കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു. ബാലേന്ദ്രൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകാൻ കാരണം വൈജയല്ലേ. ഒരു തെറ്റ് പറ്റിപ്പോയി, കാര്യം ശരിയാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ യാതൊരു നീതിയും പുലർത്താൻ വൈജയ്ക്കായിട്ടില്ല. ബാലേന്ദ്രനെ ഉള്ളു തുറന്ന് സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. അതിൻ്റെ എല്ലാം വിഷമമാണ് ബാലേന്ദ്രന് ഈ സത്യം അറിഞ്ഞപ്പോൾ ഉണ്ടായതും. ബബിത മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട്, അച്ഛനെ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നു, അലീനയ്ക്കും സന്തോഷമാകുന്നുണ്ട്. എന്തായാലും ബാലേന്ദ്രൻ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ദേഷ്യം അലീനയോടായിരിക്കും വൈജയന്തി തീർക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബാലേന്ദ്രനും വൈജയന്തിയും മനുവും മോളും നിൽപ്പുണ്ട്, കൃഷ്ണമോള്. അപ്പോഴ് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ആരുമായിട്ടും പ്രത്യേകിച്ച് ഒരു ആർഗ്യുമെൻസും വേണ്ട, ഒരു തർക്കവും വേണ്ടെന്ന് പറയുമ്പോൾ വൈജയാണെങ്കിൽ അന്തിച്ച് നോക്കുന്നുണ്ട്. ബാലേന്ദ്രനോട് തർക്കിക്കുന്നത് വൈജിയാണ്. മറ്റാരും ബാലേന്ദ്രനോടൊപ്പം വഴക്ക് കൂടാൻ പോവാറില്ല. അപ്പം വൈജി ഉദ്ദേശിച്ചാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി. കഴിയുമെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് ദിവസം മാറി താമസിച്ചാൽ കൊള്ളാമായിരിക്കുമെന്ന് ഡോക്ടർ പറയുമ്പം മനു ആണെങ്കിൽ വൈജയെ തന്നെ നോക്കുന്നുണ്ട്. വൈജ ഇല്ലാത്ത ഏത് സാഹചര്യവും ബാലേന്ദ്രൻ നിസാരം പോലെ സർവൈവ് ചെയ്യും. വൈജ ഉണ്ടെങ്കിലാണ് ബാലേന്ദ്രന് കുഴപ്പമെന്നുള്ള കാര്യം മനുവിനും മനസ്സിലായി. അതുകൊണ്ടാണ് വൈജി ഇങ്ങനെ നോക്കുന്നത്. കൃഷ്ണമോൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അമ്മ എപ്പോഴും അച്ഛനോടൊപ്പം ഇങ്ങനെ വഴക്ക് കൂടുന്നത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറ്റിയെന്നുള്ളൊരു തോന്നലാണ് അവൾക്കും വന്നിരിക്കുന്നത്. മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു മഹാ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.